നമ്മളെ മറ്റേ കമ്പനി. എന്താ ഈ മുന്നണി കൂട്ടുകെട്ടുണ്ടല്ലോ, ഈ കൂട്ടുകെട്ടില് ഇവർക്ക് ക്ലാസ് കൊടുത്തൊക്കെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി. ഈ സ്വപ്നം കണ്ടുകൂടാന്ന് പഠിപ്പിച്ചാരറിയോ? മുജാഹിദീങ്ങളാ. മുജാഹിദിന്റെ പ്രസിഡന്റ് ഒന്ന് കേൾപ്പിച്ചോട്ടെ. അയാൾ പറയുന്നത് സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരുടെ സ്വപ്നമല്ലാതെ ലോകത്തെ ആളുകൾക്ക് എന്ത് സ്വപ്നം കാണുന്നതിന് വിരോധം. ഇയാൾ നാളെ ഇനി അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് സ്വപ്നം കണ്ടു എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ, ഞാനാണ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഇയാൾ ഇങ്ങനെ സ്വപ്നം കാണുമെന്ന് പറയാൻ പറ്റും. സ്വപ്നത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയാണ് കാത്തു നിന്നതെന്നാണ് പറയുന്നത്. സ്വപ്നത്തിലുള്ള അംഗീകാരം കിട്ടാൻ കാത്തുനിന്നു എന്ന് പറഞ്ഞ് ആളെ വിമർശിക്കാണ് TP അബ്ദുള്ള കോയ മദനി. അത് കേട്ട് പഠിച്ചതായ എസ്കെക്കാര്. ഈ ദേശീയാനെറ്റിലും അയാൾ പറഞ്ഞല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ തീർന്നില്ല. മുജാഹിദീങ്ങൾ തന്നെ സ്വപ്നം അംഗീകരിക്കുന്നതായി എനിക്ക് കേൾപ്പിക്കുന്നത്. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ എമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണ്. എന്താ എമ്മ നിങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിരിക്കണ്? ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാരും ഉണ്ടമ്മ അവിടെ. പിന്നെന്തേ? ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ലമ്മ നിങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും. റിയാദിലുള്ള 2ാമത്തെ മകൻ അപകടം പറ്റിയിട്ടുണ്ടെന്നൊരു വിവരമുണ്ട്. ഒന്നുമില്ല, അള്ളാഹുവിന്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞേരി ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാന്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം. അപ്പൊ അള്ളാന്റെ ആദരവായിട്ട് ചിലപ്പോ സ്വപ്നം കാണുമെന്ന് മുജാഹിദ് പോലെയുമാരി. ആ ആദരവ് ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസറജിക്ക് കിട്ടൂല. കാരണം പെണ്ണല്ലാത്തോണ്ട്. വല്ലാത്ത കമ്പനി എന്നിട്ടോ. അപ്പോ മുജാഹിദീങ്ങളും സ്വപ്നത്തിൽ വിശ്വസിക്കും. ഇത്